اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട അബ്ദുൽ നാസിർ സാഹിബ്, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അധികൃതരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ പരിപാടി ഇന്നലെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി മഴ വന്നതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് തെറ്റി പരിപാടി മുടങ്ങി. ഇന്ന് മറ്റു പല പരിപാടികളും പ്ലാൻ ചെയ്ത നമ്മൾ ഇന്നുകൂടി ഇവിടെ വരേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം, ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി. രണ്ടാം ദിവസവും നമ്മൾ മെനക്കെടേണ്ടി വന്നു. പക്ഷേ ആ മഴ കൊണ്ട് നാട്ടിലുണ്ടായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്നലത്തെ ചൂടുന്നുണ്ടോ? ശരിക്കും ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഉറങ്ങാൻ പറ്റും ഇന്നലെ രാത്രി. മിക്കവാറും ഇന്നും നാളെയും കൂടിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുന്നതാണ്. അത് നമ്മളെ പരിപാടികളൊക്കെ ഇത്തിരി ബാധിക്കപ്പെട്ടാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ബറക്കത്തായ മഴ ലഭിക്കട്ടെ, എല്ലാം അനുകൂലമാവട്ടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പരിമിതിയാണ്, മനുഷ്യൻ്റെ കഴിവില്ലായ്മയാണ്. നമ്മൾ പലതും സ്വപ്നം കാണും, ആസൂത്രണം ചെയ്യും. പക്ഷേ പടച്ചവൻ വിധിച്ചതേ നടക്കൂ, അതിന് വഴങ്ങാനേ മനുഷ്യന് നിവൃത്തിയുള്ളൂ. ഏതായിരുന്നാലും ഈ മഹത്തായ സ്ഥാപനം ബേപ്പൂരിൻ്റെ കണ്ണായ സ്ഥലത്ത് വിശാലമായ ഈ പറമ്പ്, ഈ ഭൂസ്വത്ത്, മുൻഗാമികളായ നല്ല മനുഷ്യന്മാർ സമുദായത്തിന് നന്മയ്ക്കു വേണ്ടി നൽകിയ ഈ സമ്പത്ത്, ഇത് നിങ്ങൾ ഇന്നും ഇത്ര മനോഹരമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് കാണുമ്പോൾ മനസ്സ് നിറയുകയാണ്. ഈ സ്ഥാപനം വഖഫ് ചെയ്ത ഈ പ്രദേശം, ഈ അനാഥശാലയ്ക്കായി മാറ്റിവെച്ച സ്വന്തം മക്കൾക്ക്, കുടുംബത്തിന് കൈമാറേണ്ട ഈ സമ്പത്ത്, സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ച ആ മഹത്തുക്കളുടെ നല്ല ഉദ്ദേശം അള്ളാഹു സഫലമാക്കുമാറാവട്ടെ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. അവരുടെ മക്കൾക്ക്, ഇളമുറക്കാർക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ അൽ ഫിത്ര സ്കൂളിലൂടെ, അതേപോലെ ഓർഫൻ കെയറിലൂടെ, ഈ നിലക്കുള്ള സംരംഭങ്ങളിലൂടെ ഈ നന്മ നിലനിർത്തുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പ്രതിരോധം ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഒരു ചരിത്രം കാണാം. മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ 3 മക്കൾ നഷ്ടപ്പെട്ട ചരിത്രം നമുക്കറിയാം. ആദ്യം നഷ്ടപ്പെട്ടത് യൂസുഫിനെയാണ്, പിന്നീട് ബിനിയാമീന്. ആ അന്വേഷണത്തിൻ്റെ വഴിയിൽ മൂത്ത മകനും വീട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. 12-ൽ 3 മക്കളും വീട്ടിലില്ല. യാക്കൂബ് അലൈഹി സ്വലാം പുത്രവിയോഗത്താൽ സങ്കടപ്പെട്ട് കരഞ്ഞ്, വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കരഞ്ഞു നഷ്ടപ്പെട്ട ചരിത്രം നമുക്കറിയാം. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആദ്യം നഷ്ടപ്പെട്ട തൻ്റെ പൊന്നു യൂസുഫിനെ ആ ഉപ്പ കണ്ടുമുട്ടുന്ന വികാര തീവ്രമായ ഒരു രംഗമാണ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹം കിഴവനായിട്ടുണ്ട്, യൂസുഫ് അലൈഹി സ്വലാം വളർന്നൊരു വലിയ മനുഷ്യനായിട്ടുണ്ട്. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടി. യാക്കൂബ് അലൈഹി സ്വലാമിന് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം തൊട്ടു നോക്കി തൻ്റെ കുഞ്ഞിൻ്റെ മൂക്കും താടിയും തലയും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തപ്പി നോക്കിയിട്ട് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് തെരുതെരെ ഉമ്മ കൊടുത്ത് ആ വികാര തീവ്രതയിൽ യൂസുഫ് എന്ന മകൻ ചോദിക്കുന്നുണ്ട്, ഉപ്പ എന്നെ കാണാഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ടു അല്ലേ, ഏറെ കരഞ്ഞു അല്ലേ, കാഴ്ച നഷ്ടപ്പെട്ടു അല്ലേ, എന്തിനിത്ര സങ്കടപ്പെടണം? ഉപ്പാക്കും നമുക്കൊക്കെ വിശ്വാസമല്ലേ സ്വർഗത്തിൽ നിന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാം എന്ന വന്യ പിതാവ് അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ് കുഞ്ഞ്, എനിക്ക് ആ വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത് നിന്റെ ഇളം പ്രായത്തിലാണ്, നിന്റെ ബാല്യത്തിലാണ്. നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉപ്പാക്കറിയില്ല.
നിന്റെ കൗമാര യൗവനങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ എന്ന് ഉപ്പാക്കറിയില്ല. ഉപ്പയുടെ മനസ്സിലുള്ള നിന്റെ മുഖം അതിസുന്ദരമാണ്, സുമുഖനാണ് നീ. എൻ്റെ കുഞ്ഞ് ഈ സൗന്ദര്യവുമായി ഈ കാലഘട്ടത്തിൽ എവിടെയെല്ലാം എത്തും, നിനക്ക് എന്തെല്ലാം സംഭവിക്കും, ഉപ്പാക്ക് വല്ലതും അറിയുമോ? അതിന് പഠിക്കേണ്ട 2 പാഠങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, യാക്കൂബ് അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകൻ വര്യന് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന തൻ്റെ മകൻ്റെ ജീവിതം അറിയുന്നില്ല. മകൻ കിണറ്റിലകപ്പെട്ടത്, കിണറ്റിൽ നിന്ന് കച്ചവടക്കാരാൽ രക്ഷപ്പെട്ടത്, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടത്, ആ അടിമച്ചന്തയിൽ നിന്നും അസീസ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു നല്ല മനുഷ്യൻ വില കൊടുത്ത് തൻ്റെ മോനെ വാങ്ങി കൊട്ടാരത്തിൽ കൊണ്ടുപോയത്, ആ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ ആ ചെറുപ്പക്കാരൻ തൻ്റെ പൊന്നുമോൻ വളർന്നു വരുന്നത്, യുവാവായപ്പോൾ കടുത്ത പരീക്ഷണത്തിന് വിധേയമായത്, ഉപ്പ ചെറുപ്പത്തിൽ നട്ട വിത്ത് അവൻ്റെ മനസ്സിൽ മുളച്ച് വളർന്നത്, പ്രലോഭനത്തിൽ നിന്നും കുപ്പായം കീറുമാറ് ഓടി അകലാൻ മാത്രം തൻ്റെ മകൻ ധാർമ്മികതയുടെ കരുത്തുള്ളത്, പിൽക്കാലത്ത് അവൻ ജയിൽ അകപ്പെട്ടത്, ചെയ്യാത്ത പാപത്തിന് ജയിലിൽ അകപ്പെട്ടത്, അവിടെ വെച്ച് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, രാജാവിന് സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയിച്ച് ജയിലിൽ നിന്നും വളരെ ആദരണീയമായ അവസ്ഥയിൽ മോചിതനായത്, ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ ഒരു മന്ത്രിയായി വാഴുന്നത്, ഭരിക്കുന്നത്, നാട്ടിൻ്റെ പഞ്ഞം അവസാനിപ്പിക്കുന്നത്, ഇതൊന്നും വന്യവയോധികനായ യാക്കൂബ് അലൈഹിസ്സലാം എന്ന പ്രവാചക വര്യൻ അറിയുന്നില്ലെന്ന പാഠം. അപ്പൊ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഒന്നും മറഞ്ഞത് അറിയില്ല എന്നത് പാഠം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. 2ാമത്തെ പാഠം, അന്നത്തെ കാലഘട്ടത്തിൽ, ആയിരക്കണക്കിന് കൊല്ലം മുമ്പാണ്, ആ കാലഘട്ടത്തിൽ കൈവിട്ടുപോയ മകനെ ചൊല്ലിയുള്ള ഉപ്പയുടെ ബേജാറ്. എനിക്കറിയില്ലല്ലോ നിന്റെ ദീനിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. ആ 2ാമത്തെ ചിന്തയാണ് നമ്മൾക്കിന്നുണ്ടാവേണ്ടത്. കാലം മാറിയിട്ടുണ്ട്. നമ്മൾ ഈ പുതിയ കാലത്ത് മക്കളെ വളർത്തേണ്ടി വരുന്ന രക്ഷിതാക്കന്മാരാണ്. എന്താണ് ഈ പുതിയ കാലത്തിന്റെ സവിശേഷത? അമേരിക്കയിൽ മിനിയാന്നാണ് പത്രവാർത്ത നമ്മൾ കണ്ടത്. ഒരു കോടതി മെറ്റ എന്ന IT ഭീമനെതിരെ വലിയ പിഴയിട്ടു. 3500 കോടി ഇന്ത്യൻ രൂപയേക്കാൾ വരുന്ന സംഖ്യ പിഴയിട്ടു. എന്താണ് കേസ്? 20 വയസ്സുള്ള ഒരു അമേരിക്കൻ യുവതി കേസ് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ജീവിതം നശിച്ചു, അതിന് കാരണം ഫേസ്ബുക്കാണ്, യൂട്യൂബാണ്, ഓൺലൈൻ സുരക്ഷ ഒരുക്കുന്നതിൽ ഈ ദാതാക്കൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് IT ഭീമനായ മെറ്റയ്ക്കെതിരെ ആ പെൺകുട്ടി കേസിന് പോയതാണ്. കോടതി ഇതിൻ്റെ നാനാവശങ്ങൾ കേട്ട് മെറ്റയുടെ വക്കീലിൻ്റെ വാദമൊക്കെ കേട്ടിട്ട് അവസാനം പറഞ്ഞു, പുതിയ കാല കൗമാരത്തിന് യൗവനത്തിന് ഓൺലൈൻ സുരക്ഷ ഒരുക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മെറ്റയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് ഭീമമായ പിഴയിട്ടത്. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കാണുന്നു, നമ്മളെ രാജ്യത്തെ പല സംസ്ഥാന ഭരണകൂടങ്ങളും കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പ്രായം നിശ്ചയിക്കണമെന്ന ചിന്ത കോടതികളിൽ നിന്നും ഭരണകൂടങ്ങളിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പുതിയ കാലഘട്ടത്തിൽ കാക്കയെയും പൂച്ചയെയും കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് കുറുക്കും ആഹാരവും കൊടുത്തിരുന്ന ഉമ്മമാര് ഇന്ന് നേരെ മൊബൈൽ ഓണാക്കുകയാണ്. ചായക്ക് കടി എന്താണ്? യൂട്യൂബാണ്. ചോറിന് കൂട്ടാൻ എന്താണ്? കാർട്ടൂണാണ്. കുട്ടികൾക്ക് ഉറങ്ങണമെങ്കിൽ താരാട്ട് പാടുന്നത് ഉപകരണങ്ങളാണ്, ഗാഡ്ജറ്റുകളാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഏറെ ബേജാറായി വേണ്ടിയിരിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് ഇത്തരം സ്ഥാപനങ്ങൾ, അൽ ഫിത്ര സ്കൂൾ, പ്രീ ഇസ്ലാമിക് സ്കൂൾ, ഇതിനോടനുബന്ധമായി ഉണ്ടാവേണ്ട നന്മകൾ. എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ 4ാം ക്ലാസ് വരെയാണ് സ്കൂളുള്ളത് ആണല്ലേ? അത് കഴിഞ്ഞാലോ കുട്ടികൾ സ്വന്തം വഴിക്ക് അല്ലേ? അതെ, നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ ഈ ബിൽഡിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്, ഭൂസ്വത്തുണ്ട്, സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജൂണിൽ 5ാം ക്ലാസ് തുടങ്ങാൻ പറ്റുമോ നോക്കണം. ഇത് 7ാം ക്ലാസ് വരെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. 8ാം ക്ലാസ് തൊട്ട് 10ലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിക്കാമോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം ഈ കുഞ്ഞുമക്കൾ ഇളം പ്രായത്തിൽ ഖുർആൻ പഠിക്കുന്നു, പ്രാർത്ഥനകൾ പഠിക്കുന്നു, ദിക്റുകൾ പഠിക്കുന്നു. കല്ലിൽ കൊത്തിയ പോലെ അവരുടെ മനസ്സിൽ അത് പതിയുന്നു. പക്ഷേ പിന്നീട് അവർക്ക് 10 വയസ്സ് കഴിഞ്ഞാൽ, അവര് കൗമാരത്തിലെത്തിയാൽ, യൗവനത്തിലേക്ക് വളരുമ്പോൾ ഈ നന്മകൾ മാഞ്ഞു പോകുന്നു. ഈ പുതിയ ഓൺലൈൻ പെരുമഴയിൽ ഒലിച്ചു പോകുന്നു ആ നന്മകൾ. പിന്നീട് അവരുടെ ജീവിതം കട്ടപ്പുറത്താണ്. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, കാരണവന്മാർ,
രക്ഷിതാക്കള്, ഈ സ്ഥാപനത്തിൻ്റെ അധികൃതർ എല്ലാവരും ഒന്ന് ഈ വെക്കേഷനിൽ ചേർന്നിരുന്നു കൊണ്ട് നമ്മളുടെ ഈ സംവിധാനങ്ങൾ, ഈ സൗകര്യങ്ങൾ റബ്ബ് തന്ന പൂർവ്വസൂരികളിലൂടെ നമ്മൾക്ക് കിട്ടിയ ഈ മഹാ അനുഗ്രഹം ഇന്നത്തെ ഈ കാലത്ത് ജീവിക്കേണ്ടി വരുന്ന നമ്മളുടെ മക്കളുടെ മതപരമായ ധാർമ്മികമായ സുരക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് സഗൗരവം ചിന്തിച്ചാൽ പുളിക്കലിൽ നിന്ന് ഞാൻ ഇതിനായി ഇവിടെ വന്നതിൽ എനിക്ക് ഇത്തിരി പ്രതിഫലം കിട്ടും. നിങ്ങളത് ചിന്തിക്കണം, നമ്മൾ സമുദായം അത് ചിന്തിക്കണം. മദ്രസകളൊക്കെ 5ാം ക്ലാസ്സിൽ നിർത്തിക്കൂടാ, 7ാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചുകൂടാ. KNM-ന് 10ാം ക്ലാസ്സും +2 ഒക്കെ സിലബസ് ഉണ്ട്. പക്ഷേ പല മദ്രസകളിലും അത് നടക്കുന്നില്ല. 7ാം ക്ലാസ് ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് നിറഞ്ഞു, രക്ഷിതാക്കൾക്ക് മടുത്തു, ഇനി സ്കൂളും ട്യൂഷനും കോച്ചിങ്ങും ഒക്കെയായി പോയാൽ മതി എന്ന് ആളുകൾ തീരുമാനമെടുക്കുന്നു. അത് പോരാ, പ്രായപൂർത്തിയാകുമ്പോഴാണ് ഈ പഠിച്ച പാഠങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ തുടർച്ച ഉണ്ടാവേണ്ടത്. മദ്രസകൾ സമ്പന്നമാകണം, സജീവമാകണം. അറബിക് കോളേജുകളിൽ, ഹിഫ്ള് സ്ഥാപനങ്ങളിലൊക്കെ നമ്മളുടെ മക്കൾ ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗത്തിലെ ഒരു മഹത്തായ സുന്ദരമായ കാഴ്ച കൂടി പങ്കിട്ടുകൊണ്ട്, സ്വർഗത്തിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചില മനുഷ്യന്മാർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഇങ്ങനെ വരികയാണ്, പ്രത്യേകമായ മനോഹരമായ ഉടയാടകൾ. അല്ലെങ്കിൽ തന്നെ സ്വർഗത്തിലാണ് എല്ലാ സൗകര്യങ്ങളുണ്ട്, പ്ലസ് അതിന് പുറമെ ഇവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നു. സ്വർഗീയമായ അതിമനോഹരമായ ഉടയാടകൾ, അതേപോലെ നല്ല തലപ്പാവുകൾ, മറ്റനേകം ആനുകൂല്യങ്ങൾ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവണില്ല, എന്താണിപ്പോൾ കൂടെ ഇരിക്കുന്നവർക്കൊന്നുമില്ലാത്ത ഈ പ്രത്യേകമായ ആനുകൂല്യം ഞങ്ങൾക്കെങ്ങനെ ഉപ്പയും ഉമ്മയും അത്ഭുതപ്പെടുമ്പോൾ മലക്കുകളുടെ മറുപടി, ബി അഖ്ദി വലദിക്കുമാൽ ഖുർആൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഖുർആൻ പഠിച്ചില്ലേ, അൽഫിത്രയിൽ നിങ്ങൾ ചേർത്തില്ലേ, നിങ്ങൾ ഹിഫ്ളിന് പറഞ്ഞയച്ചില്ലേ, അറബിക് കോളേജിൽ പഠിപ്പിച്ചില്ലേ, അവർക്ക് നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസം കാര്യമായി കൊടുത്തില്ലേ, ആ നന്മ നിങ്ങളുടെ മക്കൾ നിലനിർത്തിയ ഖുർആനിൻ്റെ നന്മയുടെ ആനുകൂല്യം നിങ്ങൾക്ക് അനേകം ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ സൗകര്യങ്ങൾ എന്ന് പറയപ്പെടുമ്പോൾ മക്കൾ ഒരു അമാനത്താണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു സാധ്യതയാണ്. വിശ്വാസികളുടെ നിലപാട് പ്രാർത്ഥനയായി അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ, റബ്ബേ ഞങ്ങൾക്ക് ഇണകളിൽ സന്തതികളിൽ കണ്ണിന് കുളിർമ, മനസ്സിന് ആനന്ദം പകരണേ എന്ന് മഹാനായ ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോട് ശിഷ്യന്മാർ ചോദിച്ചു. എന്താണ് ആ കൺകുളിർമ? അത് നമ്മളുടെ ജീവിതകാലത്ത് കിട്ടുമോ, അതോ മരണാനന്തരം പരലോകത്ത് നിന്ന് കിട്ടുന്ന സൗകര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ആ താബിഈ പണ്ഡിതൻ ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ലാ ബൽ ഫി ദുനിയ, അത് ദുനിയാവെന്ന് കിട്ടാനുള്ള സുഖമാണ്. അതെങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ഇണ, ഭർത്താവ്, ഭാര്യ, സന്താനങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് അച്ചടക്കമുള്ള നല്ല മക്കളായി ജീവിക്കുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന ആനന്ദം. അവർ സത്യസന്ധതയുള്ള നേരുള്ള മക്കളാണ്. അവർ നമ്മളുടെ ഗൂഗിൾ പേയുടെ പിൻകോഡ് അവർക്ക് കിട്ടിയാലും അവരത് ദുരുപയോഗം ചെയ്യൂല. അവർ അവിഹിതമായ ബന്ധങ്ങളിലേക്ക്, പ്രണയ ചാറ്റിങ്ങുകളിലേക്ക് പോകൂല. അവർ പുകവലിക്കൂല, കഞ്ചാവ് ഉപയോഗിക്കൂല. രാസലഹരി പെയ്യുന്ന ഈ പുതിയ കാല ക്യാമ്പസിൽ എൻ്റെ മക്കൾ നോ എന്ന് പറയും. അവർക്കതിനുള്ള പ്രതിരോധമുണ്ട്, ധാർമ്മികതയുണ്ട്. ഞാൻ അവരെ പള്ളിയിലേക്ക് എല്ലാ സമയത്തും കൊണ്ടുപോയി. പക്ഷെ ഞാൻ നാട്ടിലില്ലെങ്കിലും വീട്ടിലില്ലെങ്കിലും ആ ചിട്ട അനുസരിച്ച് അവർ ആ സമയത്ത് എത്തും. ഞാൻ വല്ല വഴിക്കും കറങ്ങിത്തിരിഞ്ഞ് പള്ളിയിലെത്തുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് പോലെ എൻ്റെ മക്കൾ സമയത്ത് എത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ കാണുമ്പോഴുള്ള ഒരു സമാധാനം. പല രക്ഷിതാക്കൾക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ ധൈര്യമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അള്ളാഹു ആ ഗതി വരാതെ നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. മക്കൾ കൈവിട്ടു പോവുകയാണ്. ഈ അടക്കാ പ്രായത്തിൽ മടിയിൽ വെക്കാൻ പറ്റും. പിന്നെ എപ്പോഴാണ് ഇത് കവുങ്ങാവുന്നത്, എപ്പോഴാണ് അവർ കൈവിട്ടു പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. റബ്ബിനോടുള്ള തേട്ടം വേണം. മക്കൾക്ക് വേണ്ടിയുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി റബ്ബ് നൽകുന്നു. അത് ഇജാബത്തുള്ള ദുആയാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ഒരു ദീനി സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ ഈ ഒരു നല്ല പരിപാടിയുടെ ഭാഗമായി നമ്മളിരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളെക്കുറിച്ച് കാര്യമായൊരു ആലോചനയും ചിന്തയും ഉണ്ടാവേണ്ടതുണ്ട്. കാര്യമായ ഇടപെടലുകൾ വേണം. അവരുടെ മൊബൈൽ ഉപയോഗത്തിലൊക്കെ നമ്മളുടെ സ്നേഹമസൃണമായ ഇടപെടലുകൾ വേണം. ചില കുട്ടികളൊക്കെ കടുങ്കൈ കാണിക്കുന്നു ഫോൺ വാങ്ങി വെച്ചാൽ, ചാറ്റിങ് നിർത്താൻ പറഞ്ഞാൽ. അപ്പം അത്തരം ഒരു സാഹചര്യം പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എടുക്കേണ്ട ആക്ഷനല്ല. അതൊക്കെ നമ്മൾ മക്കൾക്ക്
വരാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അവരുമായി ചർച്ച ചെയ്തിട്ട് ഇത്ര സമയത്തൊക്കെ നമ്മൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അവരോട് പറയുകയും നമ്മൾ മാതൃകയാവുകയും വേണം. ഞാൻ അവസാനം പറയാൻ പോകുന്ന കാര്യം എത്രമാത്രം പ്രായോഗികമാകാൻ സാധിക്കുമെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. രാത്രിയും ഒരു സമയം വെക്കുക, ഒരു 9:30 മണിയോ 10 മണിയോ ഒക്കെ. ആ സമയത്ത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഫോൺ മാറ്റി വെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾക്കതിന് മനസ്സ് വരണം കേട്ടോ. രാത്രി ഒരു 10 മണിക്കെങ്കിലും ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളുടെയും ഒക്കെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ തയ്യാറാകണമെങ്കിൽ, ഒരാളുടെ ഫോൺ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെളി വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് മറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കാനൊക്കെ പുതിയ കാലത്ത് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ കുട്ടികൾ ശരിക്കും ഉറങ്ങും. ഇപ്പം എന്താ വെച്ചാൽ നൈറ്റ് ലൈഫിൻ്റെ കാലല്ലേ. എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉൾക്കൊണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെയും മറ്റന്നാളും നമ്മൾ ഖേദിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇടപെടലൊക്കെ മക്കളുടെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. ഒരു ഗുളിക കഴിക്കും പോലെ, മരുന്ന് കഴിക്കും പോലെയൊക്കെ നമ്മൾ ഈ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മൾ പരിപൂർണമായി അതിന് അടിപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ മക്കളെ ചൊല്ലിയുള്ള, ദീനിനെ ചൊല്ലിയുള്ള നല്ല ചിന്തകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഈ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനായി ഞാൻ കരുതിയിട്ടുള്ളത്. ദീർഘമായി ഒന്നുമേ സംസാരിക്കുന്നില്ല. ഞാൻ പുളിക്കൽ മദീനത്തുൽ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞു. 30 വർഷമായി ഞാൻ അവിടെ അധ്യാപകനാണ്. നമ്മൾക്ക് ഇവിടെ ഈ ബേപ്പൂർ ദേശത്ത് നിന്ന് അവിടെ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. അബ്ദുൽ വഹാബ് മദനിയുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചയമുള്ള പലരുമുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നു, ഹയർ സെക്കൻഡറി പരീക്ഷ ഒക്കെ ഇപ്പോൾ അവസാനിക്കും. നിങ്ങളോട് അതുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും മദീനത്തുൽ നൽകണം. അവിടെ ധാരാളം കോഴ്സുകളുണ്ട്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് അവിടെ പ്രിലിമിനറി കോഴ്സ് ഉണ്ട്. +2 ഹ്യൂമാനിറ്റീസിന് തത്തുല്യമായ അഫ്ളൽ ഉൽമ പ്രിലിമിനറി 2 വർഷ കോഴ്സാണ്. ആ 2 വർഷ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് കേട്ടറ്റ് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു കോഴ്സാണ് പ്രിലിമിനറി കോഴ്സ്. പിന്നീട് ഡിഗ്രികൾ നമ്മൾക്കിപ്പോൾ നിലവിൽ 3 എണ്ണമുണ്ട്. അഫ്ളൽ ഉൽമ BA അറബി അഫ്ളൽ ഉൽമ ഉണ്ട്, BA ഫംഗ്ഷണൽ അറബിക് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇനി ഒരു പുതിയ BA ഇംഗ്ലീഷ് നമ്മൾക്ക് ഗവൺമെൻറ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സ് ധാർമ്മികമായ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ട്. ആൺകുട്ടികൾക്ക് ഹോസ്റ്റലുണ്ട്. അതേപോലെ PG കോഴ്സ് ഉണ്ട്, PhD കോഴ്സ് ഉണ്ട്. കേരളത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ സൗകര്യമുള്ള ആദ്യ അറബിക് കോളേജ് മദീനത്തുല്ലുമാണ്. ഗവൺമെൻറ്റിൻ്റെ NAC A+ ഒക്കെ ലഭിച്ച വളരെ സൗകര്യമായ ഒരു അതിമനോഹരമായ ഒരു ക്യാമ്പസാണ് നമ്മൾക്കുള്ളത്. നിങ്ങളുടെ മക്കളെ മദീനത്തുൽ ചേർക്കാൻ പരിഗണിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട്, എന്നെ ക്ഷണിച്ചതിന് ഈ അവസരം നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ ഈ ലോകത്തും വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും സമാധാനവും ആശ്വാസവും ഏകിയും അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ എഴുന്നേറ്റ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ വിവിധ പ്രായക്കാരായ ഞങ്ങളുടെ ആൺമക്കളും പെൺമക്കളും നിന്നെ അറിയുന്ന, നിന്നെ ഭയക്കുന്ന, തഖ്വയും ഈമാനും ഹിദായത്തുമുള്ള, അച്ചടക്കമുള്ള നല്ല മക്കളാക്കി, നല്ല സന്താനങ്ങളാക്കി ഞങ്ങളെ മക്കളെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിവാദങ്ങളിലും കേസുകളിലും പെട്ടുകൊണ്ട് ഞങ്ങളുടെ തറവാടിനും മഹലിനുമൊക്കെ അപമാനം വരുത്തി വെക്കുന്ന രീതിയിലുള്ള ഒരു മക്കളെ ഞങ്ങൾക്ക് നീ തരാതെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് തണലായി നിൽക്കുന്ന സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ഈ സ്ഥാപനത്തെ നീ ഉയർത്തണമേ റഹ്മാനെ. ഈ പ്രോപ്പർട്ടി, ഈ സമ്പത്ത് ഏറ്റവും നല്ല രീതിയിൽ ദീനിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ നീ അനുകൂലമാക്കി തരണമേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.